എവിടെ നോക്കിയാലും ഇപ്പോൾ സ്കാലപ്പ് നെക്കിൻ്റെ ഒരു ബഹളമാണല്ലേ. അപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ എങ്ങനെയാ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏതൊരു കുർത്തിയിലും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് നെക്ക് വരെ നമ്മൾ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്യുക. ഫ്രണ്ട് നെക്കിൽ നമ്മൾ നെക്ക് വിഡ്ത്തിൽ 1 ഇഞ്ചും താഴെ നെക്ക് ലെങ്ത്തിൽ 1/2 ഇഞ്ചും കൂടുതലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ചെരിച്ച് ഒരു വി നെക്കായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഷേപ്പും കാര്യങ്ങളും നമ്മൾ ഇതേപോലെ കറക്റ്റായി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കെട്ടും കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാക്ക് പോർഷൻ നമ്മളുടെ നല്ല വശവും ചേർത്ത് വെച്ച് അടിച്ച് മറിച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ പതിച്ചടിച്ചെടുക്കുക. നെക്കൊന്ന് പതിച്ചടിച്ച് കഴിഞ്ഞാൽ ചുറ്റുഭാഗം ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. കറക്റ്റായി വെച്ച് അയൺ ചെയ്തതിന് ശേഷം അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ഒരു ഏറ്റക്കുറച്ചിലൊന്നുമില്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. സ്കാലപ്പ് നെക്ക് നമുക്ക് പലതരത്തിൽ ചെയ്യാം. ഇത് അതിലൊരു മെത്തേഡ് മാത്രമാണ്. ഇനി നമുക്ക് സ്കാലപ്പ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതേപോലെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് 12 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതിയായിട്ടുള്ളത് എടുക്കുക. 12 ഇഞ്ച് എടുക്കാൻ കാരണം നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 9 ഇഞ്ചാണ്. അപ്പോൾ അതിനേക്ക് 2 ഇഞ്ച് കൂടുതൽ വേണം നമ്മൾ എടുക്കാൻ. ഇനി ഇതിനെ നമ്മൾ 2ആക്കി മടക്കുക, 2നെ 4ആക്കി മടക്കുക, 4നെ പറ്റുകയാണെങ്കിൽ 8ആക്കി മടക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കേവ് വരച്ചെടുത്തിട്ട് അതിനെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ 2 പീസായിട്ട് കിട്ടും. ഈ 2 പീസിനെ നമ്മൾ 2 തുണിയുടെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ അയൺ ചെയ്തെടുക്കണം. 2 തുണി വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അയൺ ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലൂടെ നമ്മൾ അടിച്ചെടുക്കുക. കാരണം നമ്മൾ ഇതിനെ അടിച്ച് മറയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 തുണി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് ഇതേപോലെ മറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 തുണി വെച്ചതിന് ശേഷം ഇതേപോലെ സ്കാലപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ 2 വശം കിട്ടും. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. ഇതേപോലെ 2 ഭാഗങ്ങളായിട്ടാണ് കിട്ടുക. ഇനി ഈ 2 പോർഷനും ഇതേപോലെ നമ്മൾ ചേർത്ത് നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ വരും കേട്ടോ. ഇതുപോലെ ഇനി വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ 2 കോർണറിലും നമ്മളൊരു കട്ട് വീതം ഇട്ട് കൊടുക്കണം. കാരണം എന്നാലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞു വരികയുള്ളൂ. ഇതേപോലെ വെച്ച് ആ കട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വരേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനിങ്ങനെ മറച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സ്കാലപ്പ് നെക്ക് കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുക. 2 വശവും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സ്കാലപ്പ് നെക്ക് റെഡി. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ.